ഞാനും മക്കളും കൂടി രാവിലെ ഇറങ്ങിയത് തിരുവനന്തപുരത്ത് തമ്പാനൂർ വരെ ഒന്ന് പോകണമായിരുന്നേ. അപ്പം 1-2 ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് ക്ഷേമനിധി ഓഫീസിൽ പോകണം, പിന്നെ ഒന്ന് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എനിക്ക് തുടങ്ങാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഹോൾസെയിലായിട്ട് എവിടെ കിട്ടും എന്നൊക്കെയുള്ളൊരു അറിവ് എനിക്ക് വേണമായിരുന്നു. അങ്ങനെയായിരുന്നു പോയത്. നമ്മൾ 3 ഓരോ ഷാർജ കുടിക്കാമെന്നും പറഞ്ഞാണേ വെമ്പായത്ത് ഫാമിലി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറി ഉണ്ട്, അവിടെ നിന്നാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഷാർജ ഇല്ലായിരുന്നു, കരിക്കിൻ ഷേക്കായിരുന്നു കുടിച്ചത്. പറയാതിരിക്കാൻ വയ്യ, അടാറ് ടേസ്റ്റായിരുന്നേ. അങ്ങനെ പാച്ചുവിനെ കുഞ്ഞമ്മയുടെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ പോയത് തമ്പാനൂരുള്ള ക്ഷേമനിധി ഓഫീസിലാണ്. അവിടെ പോയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിനകത്ത് ഇതുപോലെ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയി പാർക്ക് ചെയ്തപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തോ പ്രിൻ്റ് എടുക്കുന്ന സംഭവം തീർന്നു പോയി. അങ്ങനെ പാവല്ലേ ആ മാമ അവിടെ ഇരുന്ന് അതൊക്കെ പതുക്കെയാണ് ചെയ്തത് കേട്ടോ. ഇച്ചിരി പ്രായമുള്ള മാമനായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കിഴക്കേക്കോട്ടയിലാണ് കേട്ടോ. നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കറങ്ങിയത്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് കമ്മലിൻ്റെ കളക്ഷൻ ഞാൻ കണ്ടായിരുന്നു. അറിയാമല്ലോ, കമ്മൽ കണ്ടാൽ ഞാൻ വിടത്തില്ല, ചുമ്മാ പോയി നോക്കും. ഈ വലിയ വലിയ കമ്മൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസാണ്, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ മേടിച്ചതൊന്നുമില്ല. ഇതൊക്കെ അടിപൊളി കമ്മലുകളാണ്. ഇതൊക്കെ എൻ്റെ നേരത്തെയുള്ള കമ്മലുകളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് കളക്ഷൻസ് കമ്മലിൻ്റെ തന്നെ വേറെ ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ ഹോൾസെയിലായിട്ട് കിട്ടുമെന്ന് അറിയാനായിട്ടൊക്കെ ജസ്റ്റ് പോയി ഒന്ന് അതിനകത്ത് തന്നെ നോക്കിയപ്പോൾ കേട്ടോ. ഇപ്പോൾ എനിക്ക് അവിടെ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഡ്രസ്സൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ കടകളിലും കയറി, ആ പരിസരത്തുള്ള മിക്ക കടകളിലും കയറിയിട്ട് നമ്മൾ നേരെ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നു. അവിടെ പോയപ്പോഴത്തേക്ക് നല്ല പീസ്ഫുൾ മൈൻഡായിരുന്നേ. എനിക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസം തോന്നി. അങ്ങനെ അവിടെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നോക്കി നിന്നു. ഇനി അവിടെ ഒരു ദിവസം എനിക്ക് വരണം. അവിടെ വന്നപ്പോഴത്തേക്കും ഒരു അമ്മ കൈ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കൈ നോക്കാനായിട്ട് ഞാൻ കാര്യം പറയും, മുഖം നോക്കി ലക്ഷണം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേയൊക്കെ സത്യമായിരുന്നു, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു ട്രോമയിലൂടെയാണെന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ കേട്ട് അവിടെ ഇരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് സമയം കഴിഞ്ഞപ്പം തമ്പൂരിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് തിരിച്ച് പോയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ചേട്ടൻ വിളിച്ചായിരുന്നു, എന്നെ കാണാത്തതുണ്ട്. കാരണം ഇന്ന് രാവിലെ ഇറങ്ങിയതല്ലേ, ഇതുവരെ വിളിച്ചില്ല എന്നുള്ളൊരു വെച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് എവിടെയാണെന്നൊക്കെ ചോദിച്ച് നമ്മൾ കുറച്ച് നേരം വഴി നിന്നേന്ന കാര്യം പറഞ്ഞായിരുന്നേ. അങ്ങനെ ചേട്ടനെ വിളിച്ചിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി.